ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് അടുത്ത SCERT ചാപ്റ്ററാണ്. അഞ്ചാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ജനങ്ങൾ ജനങ്ങളാൽ. ഇത് LGSന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പ്രിലിംസിനും ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ LDക്കും LGSനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഞാൻ പറയുന്നു, എനിക്ക് കുറച്ച് ഡിലേ വന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരുന്ന ആൾക്കാർ, ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാർ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണേ. വോയിസ് ഒക്കെ ക്ലിയർ ആണോ എന്ന് പറയണം. പനിയും മറ്റുള്ള ബുദ്ധിമുട്ടുകളും കാരണം എല്ലാം ക്ലിയറായി വരുന്നേ ഉള്ളൂ. ഒരു ഒന്നൊന്നര പനിയായിരുന്നു, എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അതൊരു എക്സ്ക്യൂസാണ് എന്ന് ചോദിച്ചാൽ അല്ല. നമ്മൾ പക്ഷെ വീണ് പോയാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ജനാധിപത്യമാണ് ആദ്യത്തെ. എല്ലാത്ത നോക്കാം. ചൂടേറിയ വികസന ചർച്ച. നവ്യാനുഭവമായി വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റ്. മഞ്ചാടിമല പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ അംഗങ്ങളാക്കി സംഘടിപ്പിച്ച വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റ് ശ്രദ്ധേയമായി. നടപ്പാതകൾ പണിയുക, ഓടകൾക്ക് മൂടി നിർമ്മിക്കുക, തെരുവുനായ ശല്യം നിയന്ത്രിക്കുക, വഴിവിളക്കുകൾ സ്ഥാപിക്കുക, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിക്കുക, പാർക്കുകൾ സ്ഥാപിക്കുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് യോഗം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അടുത്ത ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് പ്രസിഡന്റ് ഉറപ്പു നൽകി. മുകളിൽ കൊടുത്തിരിക്കുന്ന പത്രവാർത്ത ശ്രദ്ധിച്ചല്ലോ. നാടിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ആവശ്യങ്ങളാണ് കുട്ടികൾ പാർലമെന്റിൽ ഉന്നയിച്ചത്? നിങ്ങളുടെ വിദ്യാലയത്തിന് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യുക. ഈ ആവശ്യങ്ങൾ അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപ്പിലാക്കാൻ ശ്രമിക്കുകയുള്ളൂ. അപ്പം ഒന്നാമത്തെ ഇത് ജനങ്ങളാൽ. അതിൻ്റെ അകത്ത് ആദ്യത്തെ കണ്ടതാണ് ജനാധിപത്യം. നമ്മുടെ ഇന്ത്യൻ നിയമം സംഹിത അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഇത് നിലനിൽക്കുന്ന ജനാധിപത്യ സമ്പ്രദായമാണല്ലേ. പണ്ട് അല്ലായിരുന്നു, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അത് ഒരുപാട് ഇതിലോട്ട് ഇപ്പൊ ജനാധിപത്യ സമ്പ്രദായമാണ്. ഇപ്പൊ ജനാധിപത്യം എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണഘടനയാണ് ജനാധിപത്യം. അപ്പം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. അപ്പം വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ആരാ പറഞ്ഞ? എബ്രഹാം ലിങ്കൺ. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണെന്ന് പറഞ്ഞതായിരുന്നു മഹാത്മാഗാന്ധി. അപ്പൊ മഹാത്മാഗാന്ധി പറഞ്ഞതാണ് ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. നിങ്ങളുടെ പ്രദേശത്തും ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടക്കാറുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇത്തരം വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്യുക. പഞ്ചായത്ത് ഇടപെട്ടു. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എല്ലാ ദിവസവും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കും. പഞ്ചായത്ത് പ്രസിഡന്റ്. വാർഡ് സഭയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ മുൻഗണനാക്രമത്തിൽ പരിഗണിക്കുമെന്ന് കൗൺസിലർ ഉറപ്പു നൽകി. സമ്പൂർണ്ണ വൈദ്യുതവൽക്കരണം പ്രഖ്യാപനം ഉടൻ. റോഡരികിലെ മാലിന്യ പ്രശ്നം CCTV ക്യാമറകൾ ഉടൻ സ്ഥാപിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. ഒരു പ്രദേശത്തെ ഗ്രാമസഭയിൽ വാർഡ് സഭയിൽ ഉയർന്നു വന്ന പ്രധാന ചർച്ചകളും തീരുമാനങ്ങളുമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു. ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. അപ്പം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ.
ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനമായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അപ്പൊ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ? ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനമായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ്. നിങ്ങൾ ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പേരുൾപ്പെടുത്തി ID കാർഡ് തയ്യാറാക്കൂ. അപ്പം ഞാൻ പറഞ്ഞു, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത്. എബ്രഹാം ലിങ്കണും ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണമെന്നതാണെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയുമാണ്. ജനാധിപത്യം വേരുകൾ തേടി. മുകളിൽ കൊടുത്തിരിക്കുന്ന യൂറോപ്പിൻ്റെ ഭൂപടം ശ്രദ്ധിച്ചുവല്ലോ. യൂറോപ്പിൻ്റെ രൂപരേഖയിൽ A എന്നും B എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്ന 2 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതൂ. ഏതൊക്കെയാണെന്നറിയാവോ? A ഏതൻസും B ഇംഗ്ലണ്ടുമാണ്. A ഏതൻസും B ഇംഗ്ലണ്ടുമാണ്. ഈ രാജ്യങ്ങൾക്ക് ജനാധിപത്യത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകളുണ്ട്. അവ നമുക്കൊന്ന് പരിശോധിച്ചാലോ? ഏതൊക്കെയാണ്? ഏതൻസും ഇംഗ്ലണ്ടും. ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് പുരാതന ഗ്രീസിലെ ഏതൻസിൽ നിന്നാണ്. അതായത് പുരാതന ഗ്രീസിലെ ഏതൻസിൽ നിന്നാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യത്തിൻ്റെ തുടക്കം എവിടെയാണ്? യുണൈറ്റഡ് കിങ്ഡം എന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. എവിടെയൊക്കെയാണ്? തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹൈറോഡോട്ടസ് ആണ് ഡെമോക്രസി, ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഡെമോസ് ജനങ്ങൾ, ക്രാറ്റോസ് അധികാരം എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടത്. ഡെമോക്രസി ജനങ്ങളുടെ അധികാരം ഓർ ഭരണം, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഹെറോഡോട്ടസ്. പുരാതന ഗ്രീക്ക് ചരിത്രകാരനായിരുന്ന ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടത് ഡെമോസ് എന്ന ജനങ്ങൾ, ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്ന് ആണ്. അടുത്തതാണ് 2 വിധത്തിൽ, അതായത് ജനാധിപത്യം 2 തരത്തിലുണ്ട്. 1 പ്രത്യക്ഷ ജനാധിപത്യം, 2 പരോക്ഷ ജനാധിപത്യം. എങ്ങനെയാണ്? ജനാധിപത്യം 2 തരത്തിലുണ്ട്. 1 പ്രത്യക്ഷ ജനാധിപത്യം, 2 പരോക്ഷ ജനാധിപത്യം. നിങ്ങൾ ഗ്രാമസഭ, വാർഡ് സഭ ചേരുന്നത് കണ്ടിട്ടുണ്ടോ? എന്തൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യുന്നത്? എന്താണ് ഗ്രാമസഭകൾ? ഒരു പ്രദേശത്തിൻ്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങളും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഒരു ഗ്രാമസഭാ പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ
പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ്, ഒരു പ്രദേശത്തിൻ്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. ഗ്രാമസഭകൾ നഗരങ്ങളിൽ അറിയപ്പെടുന്ന പേരാണ് വാർഡ് സഭകൾ. ജനാധിപത്യ ഭരണക്രമത്തിൽ സാധാരണ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്ന സംവിധാനമാണ് ഗ്രാമസഭകൾ. വർഷത്തിൽ 4 പ്രാവശ്യമെങ്കിലും ഗ്രാമസഭാ യോഗം ചേരണം. ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലറാണ്. ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ആട്ടോ. വാർഡ് സഭ അല്ലെങ്കിൽ ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് ആരാണെന്ന്? അത് വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലറാണ്. ഗ്രാമസഭ കൂടുന്നതിൻ്റെ ഒരു പിക്ചറാണിത്. ഞങ്ങളുടെ കവലയിൽ വഴിവിളക്ക് സ്ഥാപിക്കണം. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണം. പച്ചക്കറി കൃഷിക്ക് വിത്തും വിളവും അനുവദിക്കണം. ഇതെല്ലാം ഗ്രാമസഭയിൽ ഉച്ചരിക്കുന്നതാണ്. അപ്പം കേരള നിയമസഭ കേരള സംസ്ഥാനത്തിൻ്റെ നിയമ നിർമ്മാണ സഭയാണ് കേരള നിയമസഭ. കേരള നിയമസഭയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള നിയമസഭയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27-നാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27-നാണ്. നിയമസഭാ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 27-ആണ്. നിയമസഭാ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 27-ആണ്. കേരള നിയമസഭയുടെ വഴികാട്ടികൾ എന്നറിയപ്പെടുന്നത് 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലും 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമ നിർമ്മാണ സഭ. എന്താണ്? 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമ നിർമ്മാണ സഭ. ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താനും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാവാനും അവസരം ലഭിക്കുന്നുണ്ട്. പങ്കാളിത്ത ജനാധിപത്യം ഓർ പ്രത്യക്ഷ ജനാധിപത്യം. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി 2 തരത്തിലുണ്ടെന്ന്. പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. പ്രത്യക്ഷ ജനാധിപത്യം അഥവാ പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പം ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പ്രത്യക്ഷ ജനാധിപത്യം അഥവാ പങ്കാളിത്ത ജനാധിപത്യം. നിയമസഭയുടെ ചിത്രം ശ്രദ്ധിക്കൂ. നിയമസഭയിൽ നമുക്ക് നേരിട്ട് പങ്കെടുക്കാൻ കഴിയുമോ? നിയമസഭയിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ആരാണ്? നിയമസഭയിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ആരാണ്? നമുക്ക് സംസാരിക്കാൻ കഴിയുമോ? ഇല്ലല്ലേ. നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ ജനപ്രതിനിധി ആണ് നമുക്ക് വേണ്ടി നിയമസഭയിൽ സംസാരിക്കുന്നത് അല്ലേ? നിങ്ങളുടെ നിയമസഭാ മണ്ഡലം ഏതാണ്? നിങ്ങളുടെ നിയമസഭാ പ്രതിനിധി അല്ലെങ്കിൽ MLA ആരാണ്? നമുക്ക് വേണ്ടി സംസാരിക്കുന്ന നമ്മുടെ പ്രതിനിധി എന്ന് പറയുന്നത് MLA ആണല്ലേ? മെമ്പർ ഓഫ്. MLAയുടെ ഫുൾ ഫോം എന്നാ? ഞാൻ ഓൾറെഡി കേരള നിയമസഭ ഒന്ന് പറഞ്ഞായിരുന്നു. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടിയാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27-നായിരുന്നു. എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിക്കുന്നു. ഗ്രാമസഭകളിൽ ജനങ്ങൾ നേരിട്ടുള്ള പങ്കാളികളാകുമ്പോൾ നിയമസഭയിൽ നമ്മുടെ പ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. അടുത്തതാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ
പ്രാതിനിധ്യ ജനാധിപത്യം. നമ്മൾ ആദ്യം പറഞ്ഞു പ്രത്യക്ഷ ജനാധിപത്യം, പങ്കാളിത്ത ജനാധിപത്യം. ഇത് രണ്ടാമത്തതാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ഇന്ത്യയിലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യം. പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും പട്ടിക താരതമ്യം ചെയ്ത് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ സ്ഥാപിതമാകുന്നു. പരോക്ഷ ജനാധിപത്യം ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു. രണ്ടാമത്തതാണ് ഗവൺമെന്റുകളുടെ എല്ലാ നിയമങ്ങളും നയങ്ങളും ഒരു ഇടനിലക്കാരനുമില്ലാതെ ജനങ്ങൾക്ക് തന്നെ നിർണ്ണയിക്കുന്നതാണ് പ്രത്യക്ഷ ജനാധിപത്യം. ഗവൺമെന്റുകളുടെ എല്ലാ നിയമങ്ങളും നയങ്ങളും ഒരു ഇടനിലക്കാരനുമില്ലാതെ ജനങ്ങൾ തന്നെ നിർണ്ണയിക്കുന്നതാണ് പ്രത്യക്ഷ ജനാധിപത്യം. പരോക്ഷ ജനാധിപത്യം നിയമങ്ങളും നയങ്ങളും മറ്റു സർക്കാർ കാര്യങ്ങളും തീരുമാനിക്കുന്നതിൽ പൗരർ നേരിട്ട് ഇടപെടുന്നില്ല. പ്രത്യക്ഷ ജനാധിപത്യമാണ് കൂടുതൽ സുതാര്യം. പരോക്ഷ ജനാധിപത്യം നിയമങ്ങളും നയങ്ങളും രൂപീകരിക്കുന്നതിന് ജനങ്ങൾ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഭൂവിസ്തൃതി കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്നു. പ്രത്യക്ഷ ജനാധിപത്യം ഭൂവിസ്തൃതി കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്നു. ഉദാഹരണം സ്വിറ്റ്സർലൻഡാണ്. ഭൂവിസ്തൃതി കൂടിയ രാജ്യങ്ങളിൽ പ്രായോഗികമാകുന്നു പരോക്ഷ ജനാധിപത്യം. ഉദാഹരണം അമേരിക്ക, ജർമ്മനി, ഇന്ത്യ. നമുക്കൊക്കെ പരോക്ഷ ജനാധിപത്യമാണല്ലേ പറ്റത്തുള്ളൂ. പ്രത്യക്ഷ ജനാധിപത്യം പറ്റില്ല. കാരണം നമുക്ക് ജനസംഖ്യ വളരെ കൂടുതലാണ്. കൂടുതൽ രാജ്യങ്ങൾ കണ്ടെത്താം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം രാജ്യം ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള ജനാധിപത്യ രാജ്യം ഇന്ത്യയാണെന്ന് പറയുന്നതായിരിക്കും ശരി. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയിലാണുള്ളത്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. സൗദി അറേബ്യയിൽ പുതിയ രാജാവ് അധികാരമേറ്റു. അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യ ഭരണം അവസാനിച്ചു. സ്വിറ്റ്സർലൻഡിൽ ഇപ്പോഴും പങ്കാളിത്ത ജനാധിപത്യം. മുകളിൽ കൊടുത്തിട്ടുള്ള തലക്കെട്ടുകൾ ശ്രദ്ധിച്ചുള്ളൂ. ഇവയിൽ നിന്ന് ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കുന്ന രാജ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി ജനാധിപത്യ രാജ്യങ്ങൾ കൂട്ടിച്ചേർക്കും. അടുത്തതാണ് ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ. ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഒന്ന്, ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. ജനാധിപത്യത്തിൻ്റെ സവിശേഷതയിൽ ഒന്നാണ് ജനാധിപത്യത്തിൻ്റെ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. 2, സ്വാതന്ത്ര്യവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. 3, ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. ഗവൺമെന്റിനെ വിമർശനത്തിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. 4, നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. 4, ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താമാധ്യമങ്ങൾ. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താമാധ്യമങ്ങൾ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. 6 1, ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. സ്വാതന്ത്ര്യവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ്. 3, ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. 4, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താമാധ്യമങ്ങൾ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഇത്രയാണ്. അടുത്തത് തിരഞ്ഞെടുപ്പിലൂടെ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ അവസരം ലഭിച്ചിട്ടുണ്ടോ? സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത് എങ്ങനെയാണ്? നിങ്ങൾ രക്ഷകർത്താക്കൾ പൊതു തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താറുണ്ടല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പൊതു തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കാത്തത്? എന്താണ്?
ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ്. ജനാധിപത്യ സമ്പ്രദായത്തിന് ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ്. നിങ്ങൾക്ക് 18 വയസ്സ് പൂർത്തിയാകാത്തതുകൊണ്ട് അല്ലെങ്കിൽ 18 വയസ്സ് താഴെയുള്ള ആൾക്കാർക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കില്ല. നമുക്ക് PSCക്കാർക്കൊക്കെ രേഖപ്പെടുത്താം കേട്ടോ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. ഇപ്പോൾ അത് 18 വയസ്സാണ്. യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയാക്കിയ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 ഇന്ത്യൻ വോട്ടവകാശത്തിനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 21 വയസ്സാണ്. നിലവിലെ വോട്ടവകാശത്തിനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സാണ്. തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ. സ്കൂൾ പാർലമെന്റ് മാതൃകാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ആഗസ്റ്റ് 3. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി 4. സ്ഥാനാർത്ഥിയുടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഡേറ്റ് ആഗസ്റ്റ് 7. വോട്ടെടുപ്പ് തീയതി ആഗസ്റ്റ് 9. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ആഗസ്റ്റ് 9. സ്കൂൾ പാർലമെന്റ് ആദ്യ യോഗം ആഗസ്റ്റ് 10. പിന്നെ അതിൻ്റെ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് നോട്ടീസ് ബോർഡിൽ നൽകിയിരിക്കുന്നത് പട്ടികപ്പെടുത്തു. നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളും ഇതുപോലെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അവ എന്തൊക്കെയെന്ന് നോക്കിയാലോ. തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ. ഒന്നാമത്തെയാണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കും. 2. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. 2. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം. 3. നാമനിർദ്ദേശിക പത്രിക സമർപ്പിക്കൽ. 3. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ. 4. പത്രിക സൂക്ഷ്മ പരിശോധന. 5. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ. 7. തിരഞ്ഞെടുപ്പ് പ്രചരണം. അടുത്തത് വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഇത്രയാണ്. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, പത്രിക സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് പ്രചരണം, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. തിരഞ്ഞെടുപ്പിലെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസ്സിൽ ഒരു മാതൃകാ തിരഞ്ഞെടുപ്പ് നടക്കും. തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുമോ? തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ. ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ്. ഇതിനു പുറമെ മറ്റു ചില ധർമ്മങ്ങളും തിരഞ്ഞെടുപ്പുകൾ നിർവഹിക്കുന്നുണ്ട്. 1. ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു. 2. എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു. 3. ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു. 4. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു. 5. വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. 5 1. ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു. 2. എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു. 3. ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു. 4. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു. 5. വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഇത്രയാണ് തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ. തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ധർമ്മങ്ങളെക്കുറിച്ച് എഴുതിയ സ്ട്രിപ്പുകൾ തയ്യാറാക്കി ഒരു ബോക്സിൽ നിക്ഷേപിക്കുക. ക്ലാസ്സിലെ കുട്ടികൾ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഗ്രൂപ്പ് പ്രതിനിധിയെ തിരഞ്ഞെടുക്കുക. ഓരോ ഗ്രൂപ്പിലെയും പ്രതിനിധികൾ ബോക്സിൽ നിന്ന് സ്ട്രിപ്പ് എടുക്കണം. കിട്ടിയ സ്ട്രിപ്പിനെ കത്തുള്ള തിരഞ്ഞെടുപ്പ് ധർമ്മത്തെക്കുറിച്ച് അവരുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുക. ചർച്ചാക്കുറിപ്പ് തയ്യാറാക്കി പൊതുഗ്രൂപ്പിൽ അവതരിപ്പിക്കുക. അടുത്തതാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 3 പേരാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും
സ്വാതന്ത്ര്യവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇതൊരു ജനാധിപത്യം ഒരു ജീവിതക്രമം അതിൻ്റെ ഒരു ചർച്ചയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ക്രിസ്മസ് അവധിക്ക് നമുക്കൊരു യാത്ര പോയാലോ? പോകാമല്ലോ. എവിടെ പോകാം? നമുക്ക് എറണാകുളത്തേക്ക് പോയാലോ? എനിക്ക് മൂന്നാറിൽ പോയാൽ മതി. എനിക്കും മൂന്നാറിൽ പോകാനാണ് ഇഷ്ടം. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞാനും മതി. അതെ, അത് മതി. അവിടെ ധാരാളം കാണാനുണ്ട്. അതെ, നമുക്ക് പോകാം. ചിത്രം നിരീക്ഷിച്ചില്ലേ? ഇവിടെ തിരഞ്ഞെടുക്കുന്നതാണ് ആരാണ്? എല്ലാവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ജനാധിപത്യം കുടുംബത്തിൽ പ്രായോഗികമാകുന്നത്. അപ്പൊ കുടുംബത്തിൽ എല്ലാവരും കൂടി ചേർന്നിട്ടാണല്ലേ നമ്മളൊരു കാര്യം ചർച്ച ചെയ്ത് എല്ലാവരും താല്പര്യങ്ങൾ നോക്കിയാണല്ലേ ഒരു തീരുമാനം എടുക്കുന്നത്. അതാണ് കുടുംബത്തിലെ ജനാധിപത്യം. ജനാധിപത്യം വിദ്യാലയത്തിൽ. കുട്ടികളെ, ഇത്തവണത്തെ പഠനയാത്രയ്ക്ക് സമയമായിരിക്കുന്നു. നമുക്ക് എവിടേക്കാണ് പോകേണ്ടത്? വാട്ടർ തീം പാർക്ക്, മ്യൂസിയം, തേക്കടി. ശരി, അങ്ങനെയെങ്കിൽ ഈ സ്ഥലങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു യാത്ര നമുക്ക് സംഘടിപ്പിക്കാം. ഓക്കെ, ഞങ്ങൾ റെഡി. ഇവിടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്, അതായത് സ്കൂളിലാണെങ്കിലും നമ്മളെല്ലാവരുടെയും ഓരോരുത്തരോടും താല്പര്യം ചോദിച്ച് എല്ലാ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ എല്ലാം തിരഞ്ഞെടുക്കുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഇവ ജനാധിപത്യം ഉറപ്പാക്കുന്നതിൽ എത്രത്തോളം പങ്ക് വഹിക്കുന്നുണ്ട്? ചർച്ച ചെയ്യൂ. കുട്ടികളുടെ അഭിപ്രായവും താല്പര്യങ്ങളും പരിഗണിക്കുന്നതിനോടൊപ്പം അവർക്ക് അവസര സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുമ്പോഴാണ് വിദ്യാലയങ്ങളിൽ ജനാധിപത്യം ഉറപ്പാക്കപ്പെടുന്നത്. ജനാധിപത്യം പൊതു ഇടങ്ങളിൽ. താഴെ കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങൾ എവിടെയൊക്കെയാണ് ജനാധിപത്യം പാലിക്കപ്പെടുന്നത്? പൊതു ഇടങ്ങളിൽ വൃത്തിയായി സൂക്ഷിക്കുക, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മാനിക്കുക, പൊതു നിയമങ്ങൾ അനുസരിക്കുക എന്നിവയെല്ലാം ജനാധിപത്യ ജീവിതക്രമത്തിന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. എത്രത്തോളം ചുവടെ കൊടുത്തിരിക്കുന്നതിനുള്ള ചെക്ക് ലിസ്റ്റ് പൂരിപ്പിക്കൂ. ജീവിതക്രമം നാം എത്രത്തോളം പിന്തുടരുന്നുണ്ട് കണ്ടെത്തൂ. വീട്ടിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എൻ്റെ അഭിപ്രായം പരിഗണിക്കാറുണ്ട്. പൊതുസ്ഥലങ്ങളും പൊതുവാഹനങ്ങളും വൃത്തിയായി സൂക്ഷിക്കാറുണ്ട്. സ്കൂളിൽ നിന്ന് പഠനയാത്രയ്ക്ക് പോകാനുള്ള സ്ഥലങ്ങൾ തീരുമാനിക്കുമ്പോൾ അഭിപ്രായം പറയാറുണ്ട്. യാത്ര ചെയ്യുമ്പോൾ സഹയാത്രികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പെരുമാറില്ല. ഗതാഗത നിയമങ്ങൾ പാലിക്കാറുണ്ട്. ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയാറില്ല. ഭരണാധികാരികൾ തിരഞ്ഞെടുക്കുന്നതിനപ്പുറം ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും ജനാധിപത്യം പുലർത്തേണ്ടതുണ്ട്. ആഹാരം, വസ്ത്രം, തൊഴിൽ എന്നിവ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായങ്ങൾ തുടർന്നു പറയുവാൻ കഴിയുന്ന സാഹചര്യം ജനാധിപത്യ സമൂഹത്തിൻ്റെ സവിശേഷതകളാണ്. കൂടാതെ തുല്യ പദവി, തുല്യ അവസരം, വിഭവങ്ങൾക്കുമേലുള്ള തുല്യമായ അവകാശം എന്നീ സാഹചര്യങ്ങൾ കൂടി അനുഭവവേദ്യമാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് തുടർ പ്രവർത്തനങ്ങൾ. ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടോ, നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞോ എന്നുള്ളത്. നല്ല രീതിയിൽ ഗ്യാപ്പ് വന്നു. ഞാൻ ഇന്ന് വിട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഗ്യാപ്പ് ഇനി മുതൽ ദിവസവും അല്ലെങ്കിൽ ഒന്നരാടൻ ഉറപ്പായും ഇനി മുതൽ വീഡിയോസ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരൊക്കെ ഇനിയും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു ഓൾ.